ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഫ്ലോബി.io. ഈ വീഡിയോയിലൂടെ നമുക്ക് എന്താണ് ടീം ഇൻബോക്സ്, അതെങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് ഒരേ സമയം ഒരൊറ്റ വാട്സപ്പിൽ വരുന്ന കോൺവെർസേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്, അതല്ലെങ്കിൽ ഒരു ഫീച്ചറാണ് ടീം ഇൻബോക്സ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു 10-15 പേര് വർക്ക് ചെയ്യുന്നത് വിചാരിക്കുക. നിങ്ങളുടെ ഒറ്റ വാട്സപ്പ് നമ്പറാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. സോ ആ വാട്സപ്പിലേക്ക് വരുന്ന എൻക്വയറീസ് ഒരേ സമയം ചിലപ്പോൾ മൾട്ടിപ്പിൾ എൻക്വയറീസ് വന്നേക്കാം. സോ ഒരൊറ്റ ആൾക്ക് അത് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. സോ നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള എല്ലാവർക്കും ഈ പറയുന്ന മെസ്സേജുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ടീം ഇൻബോക്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം, ഇതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം എന്നുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കാം. സോ വെരി ഫസ്റ്റ് ഞാൻ ടീം ഇൻബോക്സിലുള്ള കുറച്ച് ടൂളുകൾ എന്തെല്ലാം ഇതിൻ്റെ ഒരു ഓവർവ്യൂ തരാം. ഈ ഇടത് ഭാഗത്ത് കാണുന്ന ഈ സെക്ഷൻ എന്ന് പറയുന്നത് ചാറ്റുകളാണ്, നിങ്ങൾക്ക് വരുന്ന ചാറ്റുകളാണ്. ടോപ്പിൽ നിങ്ങൾക്കത് പെട്ടെന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഈ ചാറ്റിൽ മൊബൈൽ നമ്പറോ അതല്ലെങ്കിൽ അവരുടെ പേരോ വെച്ചിട്ട് ഈ ചാറ്റ് ത്രൂ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. പുതിയ ചാറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് സെൻറ്ററിലുള്ള ടാബ് എന്ന് പറയുന്നത് നമ്മുടെ ചാറ്റ് കാര്യങ്ങളൊക്കെ കാണാനുള്ള ടാബാണ്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ വേറൊരു സെക്ഷൻ കാണാൻ സാധിക്കും, അതായത് ഈ ഒരു കോൺവെർസേഷൻ്റെ സ്റ്റാറ്റസ് കാണാം. പ്ലസ് നിങ്ങൾക്ക് ഇവിടെ ഒരു ടൈമർ കാണാൻ സാധിക്കുന്നത്. ഈ ടൈമർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ ഒരു ബിസിനസ്സിലേക്ക് മെസ്സേജ് ഇനിഷ്യേറ്റ് ചെയ്ത് അവർ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർക്ക് നമുക്ക് മെസ്സേജ് റീപ്ലൈ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് 24 hour. സോ അതാണ് ഇവിടെ കൗണ്ട് ഡൗൺ ചെയ്യുന്നത്. ഇൻ കേസ് ഈ 24 hour മെസ്സേജ് അയക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ ഒരു ടെംപ്ലേറ്റ് മെസ്സേജ് അയച്ച് കസ്റ്റമറുടെ കൺസേൺ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് തിരിച്ച് മെസ്സേജ് അയക്കാൻ സാധിക്കുള്ളൂ. 24 hour എന്ന് ഉദ്ദേശിക്കുന്നത് കസ്റ്റമറുടെ ലാസ്റ്റ് മെസ്സേജ് വരുന്നത് 24 hour ആണ്. സോ ഇവിടെ നിങ്ങൾക്കൊരു ടാബ് ആണ്. ഇത് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കറണ്ട് ചാറ്റിൻ്റെ സ്റ്റാറ്റസ് ആണ്, സോൾവ്ഡ് ആണോ പെൻഡിങ് ആണോ ഓപ്പൺ ആണോ എന്നുള്ള കാര്യമാണ് അവിടെ കാണുന്നത്. തൊട്ട് മേലെ ഷോർട്ട് ടാഗ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതായത് നമ്മൾ ഈ കോൺടാക്റ്റുകൾക്ക് ടാഗ്സ് ആഡ് ചെയ്യും. സോ ഈ ആഡ് ചെയ്ത ടാഗുകളെ നമുക്ക് ടോപ്പിൽ കാണാം. ഓരോ ടാഗിലും എത്ര ആളുകളുണ്ട് എന്നുള്ള വിഷയവും നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. അടുത്തതായി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു സ്റ്റാർ ഐക്കൺ കാണാം. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു കോൺവെർസേഷൻ ഫേവറേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഫേവറേറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു കോൺടാക്റ്റിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഈ ടാഗ് കാണാൻ സാധിക്കും. സോ അടുത്ത് നിങ്ങൾക്ക് 3 ഡോട്ട് ആയിട്ട് ഒരു ഓപ്ഷൻ കാണാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 2 ഓപ്ഷൻസ് കാണാം. ഫോളോ അപ്പ് ഉണ്ട്, ബ്ലോക്ക് ഉണ്ട്. ബ്ലോക്ക് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ. ഫോളോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആ കസ്റ്റമർ നമ്മളോട് പറയുന്നു, നാളെ എന്നോടൊന്ന് 11 മണിക്ക് ചാറ്റ് ചെയ്യണം, എന്നോട് വിവരം പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോളോ അപ്പ് ആഡ് ചെയ്ത് വെക്കാം. ഫോളോ അപ്പ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ടുമോറോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് അതല്ലെങ്കിൽ പിക്ക് എ ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഏതൊരു സമയം ചൂസ് ചെയ്തിട്ട് ആ കസ്റ്റമറുമായിട്ട് നിങ്ങൾക്ക് ഒരു ഫോളോ അപ്പ് മെസ്സേജ് ഷെഡ്യൂൾ ചെയ്യാം. ഡാഷ് ബോർഡിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. സോ ആ ഡാഷ് ബോർഡിൽ നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ കോൺടാക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടീം ഇൻബോക്സിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾക്ക് വലതു ഭാഗത്ത് ഒരു 3 ടാബുകൾ കാണാം. അതെന്താണെന്ന് പറയാം. ഒന്ന് നിങ്ങൾ ഫസ്റ്റ് കാണുന്ന പ്രൊഫൈൽ ടാബാണ്. പ്രൊഫൈൽ ടാബ് എന്ന് പറയുമ്പോൾ ഈ മെസ്സേജ് അയച്ച കസ്റ്റമറുടെ പ്രൊഫൈലാണ്. അവരുടെ മൊബൈൽ നമ്പർ ഉണ്ടാവും, ഇമെയിൽ നമ്പർ, അതേപോലെ ഫോളോ അപ്പ് നെക്സ്റ്റ് ഏതാണ് വരുന്നത് ആ സംഭവങ്ങൾ കാണാൻ സാധിക്കും. പിന്നെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു കോൺടാക്റ്റിനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ലൈക്ക് ഒരു കസ്റ്റമർ ഒറ്റത്തവണ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ അയാളുടെ പേരും മൊബൈൽ നമ്പറും ഓട്ടോമാറ്റിക്കലി സേവ് ആകും. സോ ആ സേവ് ചെയ്ത് ഡീറ്റെയിൽസ് എന്തെങ്കിലും എഡിറ്റ്സ് കാര്യങ്ങളോ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ എഡിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. മാത്രമല്ല ഈ കസ്റ്റമറുമായിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് എനിക്ക് ഫീഡ് ചെയ്യാം. ലൈക്ക് ഈ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്സ്, അയാളുടെ ജെൻഡർ, കൺട്രി, സ്റ്റേറ്റ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാൻ പറ്റും. സോ കസ്റ്റമർ സെഗ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസിയായിട്ട് സെഗ്മെൻറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. അടുത്ത നിങ്ങൾക്ക് തൊട്ടതായി ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ള ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ അയക്കുന്ന പ്രൊമോഷനുകളും ഓഫർ മെസ്സേജുകളും ഈ ഒരു പർട്ടിക്കുലർ കസ്റ്റമർക്ക് ലഭിക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓപ്ഷൻ ടിക്ക് ചെയ്ത് വെക്കണം. ഇനി ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത് നമുക്ക് കസ്റ്റമർ മെസ്സേജ് അയക്കുമ്പോൾ കസ്റ്റമർക്ക് ചാറ്റ് ബോട്ട് വർക്ക് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ഇത്
അൺടിക്ക് ചെയ്ത് വെക്കണം. ഓക്കെ. ഇനി നിങ്ങൾക്ക് താഴെ വന്നതിന് അസൈൻ എന്നുള്ള ഓപ്ഷൻ കാണാം. അസൈൻ എന്ന് പറയുന്നത് നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്യാണ്. സോ ഇൻ സം കേസ് നമുക്ക് ഒരു എൻക്വയറി ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചില്ല, ഇത് വേറൊരാൾക്കാണ് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുക എന്ന് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ നമുക്ക് ഇത് അസൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ഒരു ടീമിനും ഇത് അസൈൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇതിലൊരു സെയിൽസ് ടീം എന്ന് പറയുന്ന ടീം കാണുന്നത് ടീമിൽ 2 മെമ്പർ ഉണ്ട്. സോ നിങ്ങൾ ടീമാണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടീമിലുള്ള ഏതെങ്കിലും ഒരു അംഗത്തിന് ഈ ഒരു ചാറ്റ് അസൈൻ ആയി പോകും. ഓക്കെ. സോ അതിന് നോട്ടിഫിക്കേഷൻ അവർക്ക് അവരുടെ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ ലഭിക്കുന്നതാണ്. സോ തൊട്ട് താഴെ കാണുന്ന ഓപ്ഷനാണ് ടാഗുകൾ എന്ന് പറയുന്നത്. അതായത് ചില കസ്റ്റമേഴ്സിന് നമുക്ക് ഒരു പ്രത്യേക ക്രൈറ്റീരിയ വെച്ചിട്ട് ഫിൽട്ടർ ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ റെഗുലർ കസ്റ്റമർ, അതല്ലെങ്കിൽ എന്താ പറയുക റിപ്പീറ്റ് VIP കസ്റ്റമർ, ആ രീതിയിലൊക്കെ ടാഗുകൾ നമുക്ക് അറിയാൻ പറ്റും. സോ ഇവിടെ നമുക്ക് ഓൾറെഡി സേവ് ചെയ്ത ടാഗുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതല്ല പുതിയ ടാഗ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്ലസ് ബട്ടൺ അമർത്തിയിട്ട് നിങ്ങൾക്ക് പുതിയ ടാഗുകൾ ആഡ് ചെയ്യാനും സാധിക്കും. അടുത്തതായി നമുക്ക് നമ്മുടെ ടീം ഇൻബോക്സിലേക്ക് ഒരു പുതിയ മെസ്സേജ് കസ്റ്റമർ എൻക്വയറി വരുമ്പോൾ മാനുവലായിട്ട് മെസ്സേജ് അയക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ അതിനുള്ള എന്തെല്ലാം ഓപ്ഷൻസാണ് നിലവിൽ floppy.ioയുടെ ടീം ഇൻബോക്സ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ടീം ഇൻബോക്സിലേക്ക് ഒരു മെസ്സേജ് അയക്കാം. അതായത് ഫ്ലോബി എന്ന് പറയുന്ന ആ ഒരു ബിസിനസ്സിലേക്ക് വാട്സപ്പ് ചെയ്യാം. സോ ഞാനൊരു കസ്റ്റമർ എന്ന നിലയ്ക്ക് ഹായ് എന്ന മെസ്സേജ് അയക്കുന്നു. എനിക്ക് അവരുടെ ചാറ്റ് ബോട്ട് വഴി റീപ്ലേസ് കിട്ടുന്നു. സോ ഞാൻ അതിനെല്ലാം ജസ്റ്റ് ആൻസർ ചെയ്യാണ്. ഓക്കെ. സോ ഞാൻ എന്ന കസ്റ്റമർ ഇത്രയും ഓപ്ഷൻസ് ചൂസ് ചെയ്തു, ഇതിനപ്പുറത്തേക്ക് ചൂസ് ചെയ്തില്ല എന്നുള്ള ഒരവസ്ഥ വരുമ്പോൾ മസ്റ്റായിട്ട് ഒരു ഏജൻറ്റ് കണക്ട് ചെയ്ത് നിർബന്ധമായിട്ട് വരികയാണ്. സോ ആ ഒരു ഏജൻറ്റ് കണക്ട് ചെയ്യുന്നത് എങ്ങനെ, അയാൾക്ക് എന്തെല്ലാം ഓപ്ഷനുകളാണ് ഈ ഒരു കസ്റ്റമറുമായി സംസാരിക്കാൻ ടീം ഇൻബോക്സിലുള്ളത്, ഓക്കെ, അത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഈ പറയുന്ന കസ്റ്റമറുമായി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചാറ്റ് എന്ന് കൊടുക്കുക. ശേഷം സ്റ്റാർട്ട് മാനുവൽ ചാറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ ഒരു മെസ്സേജ് കാണാം. ഈ മെസ്സേജ് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് എഡിറ്റ് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ദെൻ സെൻഡ് മെസ്സേജുകൾ കൊടുക്കുക. സോ ഇപ്പോൾ എനിക്കിങ്ങനെ ഒരു മെസ്സേജ് വന്നു, ഹായ് floppy.io, അവർ ഏജൻറ്റ് ഷിക്കീർ ഹാസ് ജോയിൻഡ് ദ ചാറ്റ് എന്നിട്ട് മെസ്സേജ് വന്നു. അതായത് മാനുവൽ ചാറ്റ് സ്റ്റാർട്ടായി എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. സോ എനിക്ക് കസ്റ്റമർക്ക് തിരിച്ചും ചോദ്യങ്ങൾ ചോദിക്കാം, ഏജൻറ്റ് അങ്ങോട്ട് തിരിച്ച് മറുപടിയും കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിൽ വരുന്ന ഇത് സാധാരണ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക എന്നുള്ളത് സാധാ വാട്സപ്പിലുള്ളതാണ്. അത് കൂടാതെ എന്തെല്ലാം ഓപ്ഷൻസ് നമുക്കുള്ളത് നോക്കാം. സാധാ വാട്സപ്പ് പോലെ തന്നെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഇമേജ്, വീഡിയോസ്, ഡോക്യുമെൻറ്റ് ഇത്തരം ഡീറ്റെയിൽസ് അയക്കാം. അത് കൂടാതെ അതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് 2 ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. ഒന്ന് ടെംപ്ലേറ്റ് ആണ്. ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് മെറ്റ അപ്രൂവൽ ആക്കി തരുന്ന മെസ്സേജ് ഫോർമാറ്റിനാണ് ടെംപ്ലേറ്റ് എന്ന് പറയുക. നമ്മൾ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയക്കുകയോ അതല്ലെങ്കിൽ ഒരു പുതിയ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് ഈ ടെംപ്ലേറ്റ് മുഖേന മാത്രമേ നമുക്ക് അയക്കാൻ സാധിക്കൂ. ടെംപ്ലേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ബട്ടണുകൾ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ അതാണ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. ഓഫറുകൾ അയക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ അയക്കാനോ നമുക്കത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തത് പ്രൊഡക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വാട്സപ്പ് വഴി ഇ-കൊമേഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ആളാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ എൻക്വയറീസ് വരുന്നുണ്ടാവും വാട്സപ്പ് വഴി ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട്. സോ ആ ഒരു കസ്റ്റമർ പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ പറ്റി അന്വേഷിക്കുകയും സോ ആ പ്രൊഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്യണമെന്ന് പറയുമ്പോൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിന് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. സോ അങ്ങനെ പ്രൊഡക്റ്റ് സെൻഡ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമർക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഇതേപോലെ കാണാം. കസ്റ്റമർക്ക് ആ ഒരു വ്യൂ ബട്ടൺ നീക്കിയിട്ട് ആ പ്രൊഡക്റ്റ് ചെക്ക് ചെയ്യാനും ആവശ്യമെങ്കിൽ ആഡ് ടു കാർട്ട് കൊടുത്ത് വാട്സപ്പ് ഇ-കൊമേഴ്സ് ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് ഈ പർട്ടിക്കുലർ ബിസിനസ്സിൽ നിന്ന് അത് പർച്ചേസ് ചെയ്യാനും സാധിക്കും. അത് കൂടാതെ ഇതിൽ വരുന്ന അടുത്ത ഒരു പവർഫുൾ ഓപ്ഷനാണ് ക്വിക്ക് റീപ്ലൈ എന്നുള്ളത്. അതായത് ഒരു ബിസിനസ്സിൽ
ഒരു ദിവസം 10 15 പേര് ഒരേ ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ വാട്ട് ഈസ് ദ പ്രൈസിങ്, ഹൗ ഐ ക്യാൻ യൂസ് ഇറ്റ്, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഏജൻറ്റുകൾക്ക് ഒരേ ഉത്തരം തന്നെ വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്ത് അയക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. സോ അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന, നമുക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ട് കുറച്ച് ആൻസേഴ്സ് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ക്വിക്ക് റീപ്ലൈ എന്നുള്ളത്. സോ പ്രൈസിനെ പറ്റിയിട്ടാണ് എന്നോട് ചോദിച്ചെങ്കിൽ എനിക്ക് പ്രൈസിങ് എന്ന് പറയുന്ന ഈ ഒരു ക്വിക്ക് റീപ്ലൈ ചൂസ് ചെയ്ത് ഡയറക്റ്റ് കസ്റ്റമർക്ക് അത് അയക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ക്വിക്ക് റീപ്ലൈ നമ്മൾ സെറ്റ് ചെയ്യുന്നത് മെയിൻ മെനുവിൽ സെറ്റിങ്സിൽ പോയിട്ട് വീണ്ടും സെറ്റിങ്സിൽ പോയി ക്വിക്ക് മെസ്സേജസ് എന്ന് പറയുന്ന സെക്ഷനിലാണ് ഇത്തരത്തിലുള്ള ക്വിക്ക് റീപ്ലൈകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. സോ വീണ്ടും നമുക്ക് ടീം ഇൻബോക്സിലേക്ക് വരാം. ചാറ്റ് ഓപ്പൺ ചെയ്യാം. സോ അതാണ് ക്വിക്ക് റീപ്ലൈ എന്ന് പറയുന്നത്. സോ അടുത്തത് നമുക്ക് പരിചയപ്പെടാനുള്ള ഒരു ഓപ്ഷനാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. വേരിയബിൾസ് എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമർക്ക് അനുസരിച്ചിട്ട് ആ ഡാറ്റയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും. അതാണ് വേരിയബിൾ എന്ന് പറയുക. ഒരു എക്സാമ്പിളിലൂടെ ഞാനത് കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ ഹായ് എന്ന് ടൈപ്പ് ചെയ്ത് കസ്റ്റമർ നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ചൂസ് ചെയ്ത് എന്നിട്ട് ഈസ് ഇറ്റ് യുവർ നമ്പർ എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം കസ്റ്റമർ മൊബൈൽ എന്ന് പറയുന്ന വേരിയബിൾ ചൂസ് ചെയ്തു. ഇനി ഞാനത് സെൻഡ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമർക്ക് വരുന്നത് ഇതുപോലൊരു മെസ്സേജാണ്. ഹായ് floppy.io, ഈസ് ഇറ്റ് യുവർ ദെൻ മൈ നമ്പർ, ഈ നമ്പർ നിങ്ങളുടേതാണോ എന്നുള്ളൊരു ചോദ്യം. സോ ഞാൻ അവിടെ ഒരിക്കലും എൻ്റെ നമ്പറോ അല്ലെങ്കിൽ എൻ്റെ നെയിമോ ടൈപ്പ് ചെയ്തിട്ടില്ല. ആ വേരിയബിളിലുള്ള ഡാറ്റ ഓട്ടോമാറ്റിക്കലി എടുത്തതാണ്. സോ അത്തരത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഡാറ്റകൾ എടുക്കാൻ പറ്റും. അഡ്രസ്സ്, മൊബൈൽ, കൂപ്പൺ, ഡെലിവറി അഡ്രസ്സ്, ആ രീതിയിലുള്ള ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇതിന് എടുക്കാൻ സാധിക്കും. അത് ഞാൻ പ്രത്യേകം കാറ്റഗറീസും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള വേരിയബിൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് കസ്റ്റമറുമായി ഇൻട്രാക്ട് ചെയ്യാം. സോ അതിനാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അതുകൂടാതെ ഇതിൽ വരുന്ന വേറൊരു ഓപ്ഷനാണ് നോട്ട്സ് എന്ന് പറയുന്നത്. സോ അതെങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ജസ്റ്റ് ദിസ് ഈസ് ഇമ്പോർട്ടൻ്റ് കസ്റ്റമർ എന്ന് ടൈപ്പ് ചെയ്ത് എന്നിട്ട് സെൻഡ് എന്ന് കൊടുത്ത് എന്നിട്ട് ഞാൻ എൻ്റെ വാട്സപ്പ് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒന്നും എനിക്ക് ഡെലിവർ ആയിട്ടില്ല. കാരണം അതെനിക്ക് ഡെലിവർ ആവില്ല. അതൊരു മെസ്സേജ് അല്ല. ആക്ച്വലി ഇതിൻ്റെ ഒരു യൂസിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട്, അതായത് ഈ ഒരു ഏജൻറ്റിന് എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു കസ്റ്റമറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ അതിനാണ് ഈ നോട്ട്സ് ഉള്ളത്. ഇതൊരിക്കലും കസ്റ്റമർക്ക് ഡെലിവർ ആവില്ല. ഇൻറ്റേർണൽ പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് അടുത്തൊരു ഓപ്ഷൻ വരുന്നത് വോയിസ് മെസ്സേജ് അയക്കുക എന്നുള്ളതാണ്. സാധാ വാട്സപ്പ് പോലെ തന്നെ ഇത്തരം കാര്യങ്ങളാണ് ഒരു കസ്റ്റമർ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ റീപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ടൂളുകൾ. സോ അടുത്തതായി നമുക്ക് എങ്ങനെ ഒരു ന്യൂ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് നോക്കാം. ന്യൂ കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു പുതിയ നമ്പറിലേക്ക് മെസ്സേജ് അയക്കലോ, അതല്ല എന്നുണ്ടെങ്കിൽ 24 hours മുമ്പ് എൻഡ് ചെയ്ത ഒരു ചാറ്റിലോ, അതായത് 24 hours മുമ്പ് നമ്മളോട് ചാറ്റ് ചെയ്ത ഒരു കസ്റ്റമറോടോ ചാറ്റ് ചെയ്യുന്നതിനാണ് ന്യൂ കോൺവെർസേഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു മെസ്സേജ് നമുക്ക് സാധാ പോലെ ഹായ് ഹലോ ആ രീതിയിൽ മെസ്സേജ് അയക്കാൻ സാധിക്കില്ല. മസ്റ്റായിട്ട് ഒരു ടെംപ്ലേറ്റ് ഉപയോഗിച്ച് മാത്രമേ ആ ഒരു മെസ്സേജിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ നമുക്കതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്ലസ് ബട്ടൺ അമർത്തുക. ശേഷം നിങ്ങൾക്കിവിടെ ഏത് നമ്പറിലേക്കാണ് മെസ്സേജ് പോകേണ്ടത് ആ നമ്പർ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് സ്റ്റാർട്ട് മെസ്സേജ് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് ഏത് ടെംപ്ലേറ്റാണോ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യേണ്ടത് ആ ഒരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്യേണ്ടതാണ്.
സോ ഞാൻ ഈ ഒരു ടെംപ്ലേറ്റാണ് ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് സെൻഡ് മെസ്സേജ് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു മെസ്സേജ് ഈ പർട്ടിക്കുലർ കസ്റ്റമർക്ക് ഡെലിവേർഡ് ആയി. സോ ഈ കസ്റ്റമറുമായിട്ട് എനിക്ക് കൂടുതൽ ചാറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇനി ചാറ്റ് ചെയ്യണമെങ്കിലും എനിക്ക് ടെംപ്ലേറ്റ് മാത്രമേ അയക്കാൻ സാധിക്കുള്ളൂ. ഇനി കസ്റ്റമറോട് അതല്ലാത്ത കാര്യങ്ങൾ നമുക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കസ്റ്റമറുടെ ഭാഗത്തു നിന്ന് റീപ്ലൈ കിട്ടണം, അതും 24 ഹവേഴ്സിനുള്ളിൽ. സോ ഇങ്ങനെയാണ് ടീം ബോക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ വർക്കാവുന്നത്. സോ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ട രീതിയിൽ നിങ്ങളത് മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളും എന്നുണ്ടെങ്കിൽ സപ്പോർട്ടുമായി ബന്ധപ്പെടാൻ മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.